ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങുന്ന അത്ര ഈസി ഒന്നുമല്ല പാക്കിങ്. 3-4 ദിവസമൊക്കെ എടുത്തിട്ടാണ് പാക്കിങ് ഏകദേശമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കിംഗ് വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് പാക്കിംഗ്. ഇത്തവണത്തെ ഷോപ്പിംഗൊക്കെ വളരെ ലേറ്റായിട്ടാണ് ചെയ്തത്. നാട്ടിലേക്കുള്ള പാക്കിങ് മാത്രമല്ല കേട്ടോ, നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൂമും കിച്ചണും ഫ്രിഡ്ജും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാലിയാക്കാനുണ്ട്. പാക്കിങ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം ടാഗുകളും സ്റ്റിക്കറുകളും അതുപോലെ കവേഴ്സൊക്കെ റിമൂവ് ചെയ്യാണ്. പാക്കിങ് തുടങ്ങാം എന്ന് വിചാരിച്ച അവസാനം തുടങ്ങുന്ന സമയത്ത് ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരിക്കും. കുറേ സാധനങ്ങൾ ഒരു ബാഗിലും ബോക്സിലൊക്കെ ആക്കി വെക്കും, വീണ്ടും തിരിച്ചെടുക്കും, പിന്നെ അറേഞ്ച് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. ഇതാണ് കേട്ടോ നമ്മൾ പർദ്ദ വാങ്ങിയ ആ ഒരു ഷോപ്പിൻ്റെ കാർഡാണ്. ആദ്യം ഒരുവിധം എല്ലാ ഐറ്റംസും ഓരോ കാറ്റഗറി ആക്കിയിട്ട് തിരിച്ചു. പക്ഷേ അത് നമ്മൾ ബാഗിലേക്ക് വെക്കുമ്പോൾ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അത് പുറത്തേക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ കട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് പാക്കിങ്, അതായത് ഫസ്റ്റ് ബോക്സ് നമ്മൾ ഒരു 4-5 ദിവസം മുൻപ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ രാത്രി 12 മണിയൊക്കെ ആയിട്ടാണ് പാക്കിങ് തുടങ്ങിയത്. പിന്നെ 3 മണി 4 മണി ആ സമയത്തൊക്കെയാണ് കംപ്ലീറ്റ് ആക്കിയത്. ക്ലോത്തുകളൊക്കെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. പക്ഷേ നമുക്ക് ചില സാധനങ്ങൾ പൊതിയാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് മാത്രം മാറ്റി വെച്ച് അത് പാക്ക് ചെയ്ത് വെച്ചു. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് കവർ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ മാറ്റി വെച്ചു. നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടെങ്കിൽ ഈ പാക്കിങ് നല്ലൊരു രസമാണ്. കാരണം നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളും ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഒരു സന്തോഷമാണ് കാണുമ്പോൾ തന്നെ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ബാഗിലേക്കോ അല്ലെങ്കിൽ ബോക്സിലേക്കോ ഒക്കെ വെക്കുന്ന സമയത്താണ് വെയിറ്റിൻ്റെ കാര്യത്തിൽ നല്ലോണം കൺഫ്യൂഷൻ ആവുക. നമ്മൾ ഓരോ സാധനങ്ങളിട്ട് ബോക്സ് ഫില്ലായി കഴിയുന്ന സമയത്ത് ഈ ബോക്സിൻ്റെ വെയിറ്റ് തീരെ ആയിട്ടുണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതുപോലെ ടോയ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തീരെ വെയിറ്റ് ഇല്ലാത്തതാണെങ്കിൽ ബോക്സ് ഫുള്ളായിട്ടുണ്ടാവും, പക്ഷേ വെയിറ്റ് ആയിട്ടുണ്ടാവില്ല. ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടും സംഭവിക്കും. അപ്പോൾ ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്തു, വീണ്ടും റീപാക്ക് ചെയ്തു, പുറത്തെടുത്തു, അങ്ങനെയാണ് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരൊറ്റ ബോക്സേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ കാർഗോ അയക്കാനുണ്ടാവുമെന്ന് കരുതിയിട്ട് ബാക്കി ബാഗിലൊക്കെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു പാക്കിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാർഗോ അയക്കാനൊന്നുമില്ല, നമുക്ക് കൊണ്ടുപോകാനുള്ള വെയിറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വെയിറ്റ് കുറവാണ്, പക്ഷേ എല്ലാം ബാഗിലുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും 2 ബോക്സ് വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ 3 ബോക്സ് കൊണ്ടുപോകാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ചും ഒമാൻ എയറിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്.
ഇതുപോലത്തെ 2 നോൺ സ്റ്റിക്ക് കടായി ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൻ്റെ ലിഡിന് ചെറിയൊരു ചതവ് പറ്റിയിട്ടുണ്ട്. പൊട്ടാൻ ചാൻസുള്ള സാധനങ്ങളൊക്കെ പൊട്ടാതെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബബിൾ റാപ്പിലാണ് കവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ബോക്സ് ആദ്യം പാക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് വെയിറ്റ് തീരെ കുറവാണ്. അപ്പോൾ വീണ്ടും സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങൾ മാത്രമൊക്കെ നിറച്ച് അത്യാവശ്യം വെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കിങ് ഓഫീസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് പകലാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് തൽക്കാലത്തേക്ക് പരിപ്പ് കറി, ചെമ്മീൻ ഫ്രൈ മാത്രമാണ് ഉണ്ടാക്കിയത്. നമുക്ക് നാട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമല്ല പാക്ക് ചെയ്യാനുള്ളത്, റൂമും കിച്ചണും മൊത്തമായിട്ട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം പാക്ക് ചെയ്തെടുക്കണം. ഡ്രസ്സുകളൊക്കെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വാർഡ്രോബിലൊക്കെ 3-4 ദിവസത്തേക്ക് ഇടാനുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ പാക്ക് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാലിയാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആയപ്പോഴേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ വളരെ കുറച്ചാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പാത്രങ്ങളെല്ലാം പാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് അവസാനത്തെ ദിവസം കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തലേന്ന് ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാക്കിങ്, അതിനിടയിൽ ഓരോ സാധനങ്ങൾ ഒഴിവാക്കലും വേറെ ഓരോ പണികൾ, ഇടയ്ക്ക് കുക്കിങ്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കിച്ചണിലുള്ള നമ്മളുടെ എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റണം. ബിരിയാണി ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം 2 എണ്ണം ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അതായത് ഹസ്ബൻഡിന് ഓഫീസിലേക്ക് കൊണ്ടുപോകാനും എനിക്കും മക്കൾക്കും ഉള്ളത്. അങ്ങനെ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. പിറ്റേന്ന് കഴിക്കാനുള്ളതാണ് കേട്ടോ. തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്തത്. ഫസ്റ്റ് 1-2 ദിവസത്തെ പാക്കിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയിട്ട് കാണണേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൺചട്ടിയാണ്. അപ്പോൾ ബബിൾ റാപ്പ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ക്ലോത്തിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ടുണ്ട്.
നാട്ടിലെത്തിയതിന് ശേഷമാണ് വാങ്ങിച്ചിട്ടുള്ള ടോയ്സൊക്കെ എടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് മോൾ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രോളിയൊക്കെ ആദ്യം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു, പക്ഷേ പിന്നെ വെയിറ്റ് ശരിയാവാത്തതുകൊണ്ടൊക്കെ വീണ്ടും പുറത്തെടുത്ത് വീണ്ടും റീപാക്ക് ചെയ്തു. ഇതാണ് നമ്മൾ വാങ്ങിയ പർദ്ദ വാങ്ങിയത് ഞാൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബബിൾ റാപ്പ്. നമുക്ക് കൊണ്ടുപോകാനുള്ള പൊട്ടാൻ ചാൻസുള്ള ഗ്ലാസ്സുകൾ, സെറാമിക് പോട്ട്, ഈ ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ നന്നായിട്ട് കവർ ചെയ്താൽ ഇത് പൊട്ടാതെ നാട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള സ്ഥലത്തേക്ക് എത്തിക്കിട്ടും. ഇത് നമ്മൾ യൂസ് ചെയ്തിരുന്ന കപ്പാണ്. അപ്പോൾ അവസാന സമയത്ത് പാക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തതാണ്. ഇനി നമുക്ക് വാർഡ്രോബൊക്കെ ഒന്ന് കാലിയാക്കാനുണ്ട്. പാക്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റൂം ആകെ അലങ്കോലമായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കിടക്കാൻ സമയത്താണ് ബാക്കിയെല്ലാം കൂടെ ഒരു ബാഗിലേക്കോ ബോക്സിലേക്കോ മാറ്റിയിടുക. അങ്ങനെ നമ്മുടെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇത് നമ്മൾ വരുന്നതിൻ്റെ തലേദിവസം ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അതായത് നമ്മുടെ പാത്രങ്ങളൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കൊരു പാക്കിംഗ് ഓപ്ഷൻ ഇല്ലായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ പോകുന്നതിൻ്റെ 1-2 ദിവസം മുമ്പ് തന്നെ കാലിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നൊരു മാങ്ങയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. സമയം 2 മണി 3 മണിയൊക്കെയാണ്. ഇവിടെ ഒരാൾ പേരെഴുതാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പാക്കിംഗ് ആൻഡ് റൂം വെക്കേറ്റിംഗ് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.